ഹായ്, ഞാൻ മൊയ്തീൻകുട്ടി ചോലക്കൻ. ഇന്ന് മനുഷ്യർ ആനന്ദത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ഓടി നടക്കുകയാണ്. നേരം പുലർന്നാൽ മനസ്സിൻ്റെ അകത്തളത്തിൽ ഒത്തിരി സന്തോഷം എങ്ങനെ കൈവരിക്കാം എന്നുള്ളത് അന്വേഷിച്ചാണ് ഇന്ന് മനുഷ്യർ അലഞ്ഞു നടക്കുന്നത്. കസ്തൂരിമാൻ കാട്ടിലൂടെ ഓരോ പുല്ലും പോച്ചയും വാസനിച്ചുകൊണ്ട് ഓടി നടക്കുന്നു. എന്തിനു വേണ്ടിയാണിത്? കസ്തൂരിമാന് സുഗന്ധം അനുഭവപ്പെടുന്നു. എവിടെ നിന്നാണ് ഈ സുഗന്ധം വമിക്കുന്നത്? തൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഈ സുഗന്ധം തുളച്ചു കയറുന്നത് എവിടെ നിന്നാണ് എന്ന് അന്വേഷിച്ചാണ് കസ്തൂരിമാൻ കാട്ടിലൂടെ കിതച്ചോടുന്നത്, ഓരോ പുല്ലും പോച്ചയും വാസനിച്ചുകൊണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ കസ്തൂരിമാന്റെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് ഈ സുഗന്ധം വമിക്കുന്നത് എന്ന് കസ്തൂരിമാൻ മനസ്സിലാക്കുന്നില്ല. കസ്തൂരിമാന്റെ ശരീരത്തിലുള്ള ഒരു മുഴ പൊട്ടി അതിൽ നിന്നാണ് ഈ സുഗന്ധം പരക്കുന്നത്. ഇത് കസ്തൂരിമാൻ മനസ്സിലാകാത്തത് കൊണ്ടാണ് കസ്തൂരിമാൻ ഇത് മറ്റെവിടെയോ നിന്ന് വമിക്കുന്നതാണെന്ന് കരുതി കൊണ്ട് കാട്ടിലൂടെ ഓടുന്നത്. ഇതേപോലെയാണ് മനുഷ്യർ യഥാർത്ഥത്തിൽ സമാധാനം അല്ലെങ്കിൽ ഒരു സന്തോഷം ഇത്തിരി നേരം ലഭിക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ബീച്ചുകളിലും അതേപോലത്തെ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഇങ്ങനെ പല സ്ഥലങ്ങളിലായി നാം ഇന്ന് ഓടി നടക്കുന്നു. പക്ഷേ നമുക്ക് ഏത് സ്ഥലങ്ങളിൽ ചെന്നാലും നമുക്ക് സന്തോഷം കൈവരിക്കാൻ സാധിക്കുകയില്ല. അതൊരു വസ്തുതയാണ്. സന്തോഷം കുടികൊള്ളുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൻ്റെ അകത്തളത്തിൽ തന്നെയാണ്. ഒരു നാളികേരം അതിൻ്റെ ചകിരി നീക്കി, ഹാർഡായിരിക്കുന്ന അതിൻ്റെ ചിരട്ട നീക്കി, അതിൻ്റെ അകത്തുള്ള മധുരമേറിയ ആ വെള്ളം കുടിക്കണമെങ്കിൽ നമുക്ക് ഒത്തിരി പ്രയാസമുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ചകിരി മാറ്റുന്നതും അതുപോലെ തന്നെ ഹാർഡായിട്ടുള്ള ആ ചിരട്ട മാറ്റുന്നതൊക്കെ നമ്മൾ പരിശീലിച്ചെടുക്കണം. എന്നാൽ മാത്രമേ മധുരമുള്ള അതിൻ്റെ അകത്തളത്തിലുള്ള ആ വെള്ളം നമുക്ക് കുടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതേപോലെ നമ്മുടെ മനസ്സിനകത്തുള്ള സന്തോഷം നമുക്ക് അനുഭവിക്കണമെങ്കിൽ നാമും മാനസികമായിട്ട് ഇത്തിരി പരിശീലിക്കേണ്ടതുണ്ട്. ഇന്ന് അതിനെക്കുറിച്ചാണ് എനിക്ക് വീഡിയോയിൽ കൂടി പറയാനുള്ളത്. ഇന്ന് നെഗറ്റീവ് ചിന്തകളാണ് മനുഷ്യ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ നാം പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരും. സാമ്പത്തികമായിട്ടും ആരോഗ്യകരമായിട്ടും ഒക്കെ പല പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഈ സമയത്ത് മാനസികമായിട്ട് നമുക്കൊക്കെ പ്രയാസവും ഉണ്ടായിരിക്കും. പക്ഷേ ഇതിൽ നിന്നെല്ലാം നമുക്ക് മോചിതരാവാം. ആ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ തീരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് സമാധാനം കൈവരിക്കാൻ കഴിയും. അതുപോലെ ആരോഗ്യകരമായ പ്രശ്നങ്ങളാണെങ്കിൽ അതിന് സൊല്യൂഷനുണ്ട്. പക്ഷേ ഇത് നല്ലൊരു ശതമാനം ആളുകളും ഈ ഒരു പ്രശ്നം കൊണ്ടല്ല നിരാശരായിട്ട്, വിഷാദരായിട്ട് നടക്കുന്നത്. കഴിഞ്ഞ കാലത്തെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് അവരെ പ്രസന്റിലുള്ള പോസിറ്റീവിലേക്ക് നയിക്കാൻ തടസ്സം നിൽക്കുന്നത്. ഈ നിഷേധാത്മകമായ ചിന്തകൾ കൊണ്ട് നമുക്ക് പ്രസന്റ്, വർത്തമാനകാലം നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും നമുക്കുള്ളത് കൊണ്ട് നമുക്ക് വർത്തമാനം നഷ്ടപ്പെടുന്നു. അങ്ങനെ നമ്മുടെ ജീവിതം അതിൻ്റെ പരിപൂർണ ആസ്വാദനത്തിനല്ലാതെ ആവശ്യമില്ലാതെ നിഷേധാത്മകമായ ചിന്തകൾ മുഴുകിനാൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നു. അതിൽ നിന്നും നമ്മുടെ ഉപബോധ മനസ്സിനെ ഫ്രീ ആക്കാൻ നമുക്ക് കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ നമുക്കിവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓരോ പ്രശ്നങ്ങളുടെ മുമ്പിലും നമ്മുടെ സമീപനമാണ് നമുക്ക് പ്രശ്നങ്ങൾ. നമുക്കറിയാം, നമ്മളെക്കാൾ ഉപരി പ്രശ്നങ്ങളുള്ള ആളുകൾ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. യാതൊരു സംശയമില്ല. ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ അതിൽ ചെറിയൊരു പ്രശ്നം നമുക്ക് ജീവിതത്തെ ബാധിക്കുന്നു. ഇതെന്തുകൊണ്ടാണ്? ഇത് നമ്മുടെ
മൈൻഡിൻ്റെ കണ്ടീഷനിങ് ആണ്. നമ്മുടെ വ്യക്തിത്വം രൂപപ്പെട്ടപ്പോൾ നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രങ്ങൾ കിട്ടിയ ജീവിതകാലം മുഴുവൻ കിട്ടിയ ഓരോ അനുഭവങ്ങളെയും നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു പ്രത്യേക രീതിയിലാണ് അതിനെ നമ്മുടെ ബ്രെയിനിനകത്ത് നമ്മൾ സൂക്ഷിക്കുന്നത്. ഒരു പുതിയ ചുറ്റുപാടിലേക്ക് പോകുമ്പോൾ, നമുക്കൊരു പ്രശ്നം അനുഭവപ്പെടുമ്പോൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് നമുക്കൊരു വാക്ക് കേൾക്കുമ്പോൾ, ഈ കഴിഞ്ഞ കാല അനുഭവങ്ങളെ എങ്ങനെയാണ് നമ്മളുടെ തലച്ചോറിനകത്തേക്ക് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനകത്ത് ഇതിനോടുള്ള സമീപനം എന്താണ്, അതിനെ ആസ്പദമായിരിക്കും നമുക്ക് പുതിയ പ്രശ്നത്തോടുള്ള സമീപനവും. നമ്മൾ കുറേ കാലം ഈ നെഗറ്റീവ് ചിന്തകൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോയാൽ, അതായത് നമ്മളൊരു വഴിയിൽ കൂടി സ്ഥിരം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വഴി വളരെ എളുപ്പമായിരിക്കും. ഇതേപോലെ നമ്മുടെ ബ്രെയിനകത്തും നമ്മുടെ ചിന്തകൾ ഈ രീതിയിലായി മാറിക്കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിനും മറ്റുള്ളവർക്കില്ലാത്ത രീതിയിലായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നു. ആ ഒരു രീതിയിലേക്ക് പോസിറ്റീവിലേക്ക് കടക്കാതെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഈ തോട്ട്സ് നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരു സംഘടനം രൂപം കൊള്ളുകയും നമ്മൾ എപ്പോഴും മാനസികമായിട്ട് അങ്ങനെയുള്ളൊരു വ്യാപാരത്തിൽ ഏർപ്പെടുകയും നമ്മുടെ ചുറ്റുപാടിലേക്ക് വരാൻ നമുക്ക് കഴിയാതെ വരികയും ചെയ്യുന്നു. ഇതുകൊണ്ട് വർത്തമാനകാലത്തുള്ള നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് അനുഭവപ്പെടുന്ന സ്നേഹം, മറ്റ് വൈകാരികതകളൊക്കെ നമുക്ക് അതിൻ്റേതായ തനതായ രൂപത്തിൽ നമ്മുടെ ബ്രെയിനകത്തേക്ക് അടക്കുകയില്ല, അല്ലെങ്കിൽ നമുക്കത് അനുഭവിക്കാൻ കഴിയുകയില്ല, സന്തോഷിക്കാൻ കഴിയില്ല. ആനന്ദകരമായ നമ്മുടെ നയനമനോഹരമായ കാഴ്ചകൾക്ക് നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല. ആ സമയത്ത് നമ്മൾ ഉപബോധ മനസ്സിൽ ഇതേപോലെയുള്ള കഴിഞ്ഞ കാല പാസ്റ്റിൻ്റെ ഓർമ്മകൾ നമ്മളെ വേട്ടയാടിക്കൊണ്ട് അതുമായിട്ട് നമ്മൾ മാനസികമായിട്ട് ഒരു സംഘടന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ കൺമുമ്പിൽ കാണുന്നത് നമുക്ക് അതിൻ്റേതായ പൂർണ്ണ രൂപത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. മാത്രമല്ല, മനസ്സ് ഫ്രീ ആയിട്ട് നമ്മുടെ മുന്നിൽ വരുന്ന അനുഭവങ്ങൾ മാത്രമേ 100% നമുക്ക് ഓർത്തെടുക്കാനും നമ്മുടെ മനസ്സിലേക്ക് അതിനനുസരിച്ചുള്ളൊരു ബിഹേവിയർ നമുക്ക് പ്രകടമാവുകയുള്ളൂ. നമ്മുടെ ഉപബോധ മനസ്സിൽ മറ്റൊരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ വർത്തമാനകാലത്തിലുള്ള ഒരേ അനുഭവങ്ങളെ നമ്മൾ ഏത് രീതിയിലാണ് കാണുന്നത് എന്ന് പറയുകയില്ല. കാരണം അതിൻ്റെ ഭാഗമായിട്ട് ജീവിതത്തിൽ പല ക്രമപ്രശ്നങ്ങളും നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങളെല്ലാം ഉടലെടുക്കുകയും ഒരു മൃദുലമായിട്ടുള്ള ഒരു സോഫ്റ്റായിട്ടുള്ളൊരു പെരുമാറ്റം നമ്മൾ ഇന്ന് വരാതെ പോവുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഉപബോധ മനസ്സിനെ നമ്മൾ ഫ്രീ ആക്കിയെടുക്കൽ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ ജീവിതത്തിൻ്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ആവശ്യമില്ലാതെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, അപകർഷതാബോധങ്ങൾ, കഴിഞ്ഞ കാല സംഭവങ്ങളുമായിട്ട് പാസ്റ്റുമായിട്ട് പ്രസൻറ്റിൽ കാണുന്ന എന്തിനേയും താരതമ്യപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ ഓർമ്മകളിലൂടെ പാസ്റ്റിനെ കാണുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉടലെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ നെഗറ്റീവായിട്ടുള്ള ഈ ചിന്തകളെ മാറ്റിയെടുക്കാൻ കഴിയുക? നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു പ്രശ്നങ്ങൾ അകറ്റി നിർത്താൻ നമ്മൾ ബോധപൂർവം ശ്രമിച്ചാൽ അത് വീണ്ടും വീണ്ടും നമ്മുടെ ബോധ മനസ്സിലേക്ക് കടന്നു വരികയുള്ളൂ. യാതൊരു സംശയമില്ല, ബോധപൂർവം നമുക്കൊരു പ്രശ്നത്തെ മാറ്റിയെടുക്കാൻ കഴിയുകയില്ല. പിന്നെ എങ്ങനെയാണ് ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മൾ മോചിതരാകുന്നത്, വിമുക്തി നേടുന്നത്? നമ്മുടെ പുതിയൊരു അനുഭവങ്ങളിലേക്ക് നമ്മൾ സ്ലിപ്പാവുകയാണ് ചെയ്യുന്നത്. ആ വഴുതൽ മൂലം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. ആ സ്ലിപ്പിംഗ് സ്വഭാവം മനസ്സിന് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷാദമുഖരായിട്ട് ജീവിതം ആസ്വദിക്കാതെ ദൈനംദിനം ഓരോ നിമിഷങ്ങളും ഓരോ സെക്കൻഡുകളും നമ്മൾ മുന്നോട്ട് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള കഴിവുകളും, എല്ലാ മനുഷ്യരിലും കുറെ കഴിവുകളുണ്ട്, വ്യത്യസ്തമാണെന്നേ ഉള്ളൂ. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ കഴിയാതെ നമുക്ക് ജീവിതം ഇഴഞ്ഞ് ഒരു വിരസതയായിട്ട് ഒരു ഡിപ്രഷൻ മോഡിൽ മുന്നോട്ട് പോകും. അതുകൊണ്ട് നമ്മളിൽ നിന്ന് എനർജറ്റിക്കായ കാര്യങ്ങൾ വരാൻ ബുദ്ധിമുട്ട് വരികയും നമുക്ക്
ആരോഗ്യകരമായൊരു ജീവിതം നയിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. അതുകൊണ്ട് മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് ഒരു ബലൂൺ പോലെയാണ്. ഒരു ബലൂൺ നമുക്ക് ഊതി വീർപ്പിക്കാം, നമുക്കറിയാം ബൂസ്റ്റ് ചെയ്യാം നമ്മുടെ മനസ്സിനെ. നമുക്കറിയാം നമ്മുടെ മനസ്സ്, ഏതൊരു വ്യക്തിയുടെയും മനസ്സ് ബൂസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മളെ ഒരാൾ പുകഴ്ത്തുമ്പോഴാണ്. ഉദാഹരണമായി, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നിന്റെ മുടി നല്ല ഭംഗിയുണ്ട്, നീ ഇട്ട ഷർട്ട് നല്ല സൂട്ടബിൾ ആയിട്ടുണ്ട്, ഇങ്ങനെ നിന്റെ നിറം നല്ല നിറമാണ്, ഇങ്ങനെ നിന്റെ പെരുമാറ്റം നല്ല പെരുമാറ്റമാണ്, ഇങ്ങനെ ആരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ നാം മാത്രമല്ല, മനുഷ്യ സ്വഭാവമാണത്. നമ്മൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ ബ്രെയിനകത്തുണ്ടാകുന്ന മാറ്റം, ഹോർമോൺ ഉണ്ടാകുന്ന മാറ്റം നല്ല രീതിയിൽ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും എല്ലാം ചെയ്ത് നമുക്ക് ആനന്ദം നമ്മുടെ ശരീരത്തിൽ തരുന്നു. അത് യാതൊരു സംശയമില്ല നമ്മൾ ബൂസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ. നേരെ മറിച്ച് ബലൂൺ ഊതി വീർപ്പിക്കും പോലെ, നേരെ മറിച്ച് ആ ബലൂണിലൊരു കുത്തിട്ടാലോ അത് പൊട്ടിപ്പോവും. ഇതേപോലെ തന്നെയാണ് നമ്മളെ മനസ്സിനെയും മറ്റാരെങ്കിലും എന്തെങ്കിലും ഒന്ന് നെഗറ്റീവ് ആയിട്ട് പറഞ്ഞാൽ അതുവരെ നമുക്കുണ്ടായിരുന്ന ആ ബൂസ്റ്റിങ്, ആ ഡെവലപ്പിങ് പാടെ ഒരു ബലൂൺ പൊട്ടുന്നത് പൊട്ടിപ്പോവും. ഇത് എല്ലാവരിലുമുണ്ട്. പക്ഷേ അവരുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ വ്യത്യാസമുണ്ടെന്ന് മാത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ തന്നെയാണ്. പ്രശ്നങ്ങളില്ലെങ്കിൽ ജീവിതത്തിനൊരു ശൂന്യതയാണ്. നാം ചിന്തിച്ച് നോക്കൂ, നമുക്ക് ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ നാളേക്ക് പുലർന്നാൽ നമുക്കൊരു പ്രശ്നം വേണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ജീവിതത്തിനൊരു അർത്ഥമുള്ളൂ. മുന്നിൽ വരുന്ന പ്രശ്നത്തെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ, അതിനുവേണ്ടി നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി സാമ്പത്തികമാകട്ടെ എന്താവട്ടെ, ആ പ്രശ്നങ്ങൾ ജോലിയാവട്ടെ, പഠനമാകട്ടെ, അത് പരിഹരിക്കപ്പെടാൻ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ആ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കാണുമ്പോഴാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പ്രശ്നങ്ങൾ തന്നെയാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. പ്രശ്നമില്ലെങ്കിൽ ജീവിതത്തിനൊരു അർത്ഥവുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതം ആനന്ദകരമാകണമെങ്കിൽ നമ്മൾ ഏറെക്കുറെ നമ്മുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള നമ്മളിലുള്ള പ്രവർത്തനത്തെക്കുറിച്ചും നമ്മളുടെ തലച്ചോറിനകത്തുള്ള പ്രവർത്തനത്തെക്കുറിച്ചും, ഈ ആനന്ദം എന്ന് പറയുന്നത് പുറമേ നിന്ന് കിട്ടുന്നതല്ല എന്നുള്ളതും, അത് നമ്മളിൽ തന്നെ നമ്മുടെ അകത്തളത്തിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതും, അത് പ്രകടമാക്കാനുള്ള അനുകൂല സാഹചര്യം നമ്മൾ സൃഷ്ടിക്കണമെന്നും, ബോധപൂർവമായിട്ടുള്ള അതിനുള്ള ചില പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കണമെന്നും നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ഉള്ളിൽ നിന്നും ഈ ഹാപ്പി, ഈ സമാധാനം പുറത്തേക്കെടുക്കുവാൻ നാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ്, നെഗറ്റീവ് ഓർ പോസിറ്റീവ് കമൻറ്റ്സ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. മാത്രമല്ല എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ബൈ.